So, what's up YouTube? So, this is the second part of the previous video. അപ്പം ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ പോയ പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വണ്ടിക്കൊരു ഹൈ കൂളൻ്റ് ടെമ്പറേച്ചർ കാണിച്ചു. അപ്പം അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയേറ്റർ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത് കൂളൻ്റില്ലായിരുന്നു. സോ നമ്മൾ കൂളൻ്റ് റീഫിൽ ചെയ്തിട്ടും പ്രോബ്ലം സോൾവ് ആയില്ല. നമ്മൾ തെർമോസ്റ്റാറ്റ് മാറ്റി നോക്കിയെന്ന് പറഞ്ഞിരുന്നു. അപ്പം പഴയ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ അത് ഐക്കാർഡിൽ കൊടുക്കാം, അത് ക്ലിക്ക് ചെയ്ത് കണ്ടു നോക്ക്. സോ ഇപ്പം ഈ വീഡിയോയിൽ എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഇതിലെന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ സംഭവം ഇങ്ങനൊരു കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റേഡിയേറ്റർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കൂളൻ്റ് ഫില്ല് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബബിൾ വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ബബിൾസ് കംപ്രസർ ഓയിൽ ബബിൾ വരുന്നുണ്ട്, ഇതുമാതിരി ബബിൾസ് വരാം. അപ്പോൾ നമ്മൾ അത് സോർട്ട് ഔട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് മേ ബി കൂളൻ്റ് റിസർവ് ഓയിൽ ഉണ്ടായിരുന്നു, റേഡിയേറ്ററിലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച് കൂളൻ്റ് സർക്കുലേറ്റ് ആവുന്നില്ല, അതുകൊണ്ടായിരിക്കും പ്രോബ്ലം എന്ന് കരുതി തെർമോസ്റ്റാറ്റ് വിച്ച് കോസ്റ്റ് അറൗണ്ട് 300 rupees കൊണ്ടാണ്, 300 and change കൊണ്ടാണ് അത് മാറ്റി നോക്കി. കാരണം തെർമോസ്റ്റാറ്റാണ് ഈ സർക്കുലേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. തെർമോസ്റ്റാറ്റ് മാറ്റിയിട്ടും ആ ഇഷ്യൂ സോൾവ് അല്ല. അപ്പം നമ്മൾ അഗെയിൻ വി സ്റ്റാർട്ടഡ് ഗസ്സിങ് വാട്ട് വിൽ ബി ദ ഇഷ്യൂ. അപ്പം നമ്മളിത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്രോച്ച് ചെയ്ത് എന്നതാണ് നോട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഇതൊരു കൂളൻ സർക്കുലേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാരണം ഹൈ കൂളൻ ടെമ്പറേച്ചറിനുള്ള കാരണം എന്ന് വെച്ചാൽ ഫാന് റൺ ആവുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം ടെമ്പറേച്ചർ സെൻസർ പോയതാണ്. ഇതിൻ്റെ ഫാന് പ്രോപ്പർലി റൺ ആവുന്നുണ്ട്. പിന്നെവർ ദ എഞ്ചിൻ ഈസ് ഗെറ്റിംഗ് ഹീറ്റഡ്, ഫാൻ ഓൺ ആവുന്നുണ്ട്, കൂളാകുമ്പോൾ ഫാൻ ഓഫ് ആവുന്നുണ്ട്. സോ ടെമ്പറേച്ചർ സെൻസറിന് പ്രോബ്ലം ഇല്ല. രണ്ടാമത് തെർമോസ്റ്റാറ്റ്, കൂളൻ്റ് സപ്ലൈ ആവാണ്ടിരിക്കുക. തെർമോസ്റ്റാറ്റ് നമ്മൾ മാറ്റി വയ്ക്കി, സോ തെർമോസ്റ്റാറ്റിന് പ്രോബ്ലം ഇല്ല. മൂന്നാമത് നമ്മൾ ഗസ് എന്താണെന്ന് വെച്ചാൽ വാട്ടർ പമ്പായിരുന്നു. ഇവിടുത്തെ വാട്ടർ പമ്പിന് എന്തോ ഇഷ്യൂ ഉണ്ടെന്നായിരുന്നു. അപ്പോൾ നമ്മൾ വാട്ടർ പമ്പ് ഊരി നോക്കി. വാട്ടർ പമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രാങ്ക് ചെയ്ത് നോക്കുമ്പോൾ വാട്ടർ പമ്പ് വർക്കാവുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഹോസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു. എന്നിട്ടും നമ്മൾ കൂളൻ്റ് ഫില്ല് ചെയ്ത് നോക്കി, എന്നിട്ടും ഈ പ്രോബ്ലം സോൾവ് ആയില്ല. അപ്പം നമുക്കൊരു ഡൗട്ട് അടിച്ചു, ഇതിൻ്റെ പുറത്തൊന്നും അല്ല പ്രോബ്ലം, എൻജിൻ്റെ ഉള്ളിൽ എങ്ങോട്ടാണ് പ്രോബ്ലം എന്നുള്ളൊരു ഡൗട്ട് അടിച്ചു. എന്നിട്ട് നമ്മൾ കംപ്രഷൻ ടെസ്റ്റർ വെച്ചിട്ട് നമ്മളിതിന് കംപ്രഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇതിൻ്റെ കംപ്രഷൻ കുറവായിരുന്നു. അതായത് 6 bar അങ്ങോട്ടേ ഉള്ളായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഡൗട്ട് അടിച്ച് എൻജിൻ്റെ ഉള്ളിലാണ് പ്രശ്നം. ഇതിന് നമ്മൾ എൻജിൻ ഓപ്പൺ ചെയ്ത് നോക്കാൻ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഇതിന് ഹെഡ് ഗ്യാസ്കറ്റ് കംപ്ലീറ്റ്ലി മെൽറ്റഡ് ആയിരുന്നു. അത് വളരെ റയറായിട്ട് കുറയുന്നൊരു കാര്യമാണ്. അതായത് ഹെഡ് ഗ്യാസ്കറ്റ് പൊട്ടിപ്പോകുന്നതൊക്കെ ഉണ്ട്. ഇതിന് ഹെഡ് ഗ്യാസ്കറ്റ് കംപ്ലീറ്റ്ലി മെൽറ്റഡ് ആയിരുന്നു സൈഡ് ഫുള്ള്. അപ്പോൾ അത് വഴിയിട്ട് എക്സോസ്റ്റ് ഗ്യാസും കൊണ്ട് ലീക്കായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഓവർ പ്രഷർ ബിൽഡായിട്ട് ആ പ്രഷർ, അതായത് ഇതിൻ്റെ അകത്ത് 1.5 bar പ്രഷറേ പാടുള്ളൂ റേഡിയേറ്ററിൻ്റെ അകത്ത്. അപ്പോൾ കൂടുതലായിട്ട് പ്രഷർ ബിൽഡാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് നമ്മൾ റേഡിയേറ്റർ ക്യാപ്പിനെ മുകളിലോട്ട് പുഷ് ചെയ്യും. അപ്പം ഉള്ള കൂളൻ്റൊക്കെ വന്ന് ഈ റിസർവയറിൽ നിന്ന് ഫില്ല് ചെയ്തിട്ട് ഇതുവഴി ഓവർഫ്ലോ ആയിപ്പോവും ലിറ്ററലി. അപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതായത് ഞാൻ ഒരു തവണ നോക്കിയപ്പം ഈ സൈഡ് ഫുള്ള് കൂളൻ്റ് ആയിരുന്നു ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ. ഇത് ഫസ്റ്റ് ഇഷ്യൂ തെർമോസ്റ്റാറ്റ് മാറ്റി വയ്ക്കി ടെസ്റ്റ് റൈഡ് ചെയ്തപ്പോൾ. അപ്പം ഇതൊക്കെ കൂളൻ്റ് ആയിരുന്നു, ആ ടൈം പറ്റിയതായിരുന്നു. അപ്പം ഇതായിരുന്നു അതിൻ്റെ ഇഷ്യൂ. അപ്പോൾ നമ്മൾ ഹെഡ് ഗ്യാസ്കറ്റ് കംപ്ലൈൻറ്റ്, ഞാൻ എൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. സോ ഇത് ഹെഡ് ഗ്യാസ്കറ്റ് ഇങ്ങനെ പറ്റുന്നതാണ്. ഇതർ 2 possibilities. സോ എനിക്ക് ഗസ്സായിട്ടുള്ള 2 പോസിബിലിറ്റി എന്ന് വെച്ചാൽ നമ്മളിത് റെപ്യൂട്ടഡായിട്ടുള്ള ബജാജ് എന്നുള്ള ഹെഡ് ഗ്യാസ്കറ്റ് സോഴ്സ് ചെയ്തത്. സോ ഒരു തേർഡ് പാർട്ടി വെണ്ടർ എന്നാണ് സോഴ്സ് ചെയ്തത്. അപ്പം അത് ജെന്യൂൻ ആണോ അല്ലേ എന്നൊരു സംശയം നമുക്കുണ്ട്. പ്രോബബ്ലി ഹെഡ് ഗ്യാസ്കറ്റ് ജെന്യൂൻ ആയിരിക്കണം, കാരണം കമ്പനി എന്നല്ലാണ്ട് ഹെഡ് ഗ്യാസ്കറ്റ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ഓക്കെ, സോ സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിന് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടായിരിക്കണം. ഈ രണ്ടിൽ ഏതോ ഒന്നാണ് ഇതിൻ്റെ പോസിബിലിറ്റി. പിന്നെ നമ്മളെന്താണെങ്കിലും നെക്സ്റ്റ് ടൈം മാറുമ്പോൾ പ്രോപ്പർലി ചെക്ക് ചെയ്ത് ബജാജിൽ നിന്ന് തന്നെ ഹെഡ് ഗ്യാസ്കറ്റും എല്ലാം സെയിലും കാര്യങ്ങളൊക്കെ ബജാജിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്ത് നമ്മളത് കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്തു. എന്നിട്ട് വീണ്ടും എൻജിൻ സെറ്റ് ചെയ്തു, ഫിക്സ് ചെയ്തു. അപ്പം നമുക്ക് അങ്ങനത്തെ നടന്ന ഇഷ്യൂ ഉള്ള കാര്യം, അതായത് ജെറ്റൊക്കെ വീണ്ടും വർക്കാവണോ എല്ലാം പ്രോപ്പർലി ക്ലീൻ ചെയ്തിട്ട് സെറ്റാക്കി വീണ്ടും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇത്തവണ വെള്ളം വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ വീണ്ടും ബബിൾസോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എൻജിൻ സീംസ് ടു ബി കംപ്ലീറ്റ്ലി ഓക്കെ. നമ്മളൊരു 3-4 times ഫാൻ ഓണായി ഓഫ് ആവുന്നവരെ വെയിറ്റ് ചെയ്തു, ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പം ഓൾ ഗുഡ്. നമ്മൾ പിന്നെ കൂളൻ്റ് ഫില്ല് ചെയ്തു, ട്രൈ ചെയ്തു, എൻജിൻ ഈസ് ഓൾ സെറ്റ്. സോ ഇതിൽ നിന്ന് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്ത്, ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് ഇഷ്യൂ എന്താണെന്ന് എത്തിപ്പെടാൻ പറ്റും. സോ എന്നാണ് ഇതിൽ നിന്ന് പറയാൻ വന്നത്. സോ ഇങ്ങനെ ഹൈ കൂളൻ്റ് ടെമ്പറേച്ചർ
ഇങ്ങനെ വരുന്നതുകൊണ്ട് ഫാൾട്ടി ഹെഡ് ഗ്യാസ്കറ്റും ഒരു ഇഷ്യൂ ആവാം. അപ്പം അതിങ്ങനെയാണ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തത്. സോ ഇതാണ് ആ വീഡിയോ. അപ്പോൾ എന്തായാലും ഇത് ഇത്രയും ചെയ്തപ്പം ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് കൂടെ കാര്യങ്ങൾ ചെയ്തായിരുന്നു. അതെന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാറിയിരുന്നു. കാരണം എപ്പോഴും ഇതിൻ്റെ ലോഡ് ഫ്രണ്ട് സ്പ്രോക്കറ്റിൽ നിന്നാണ് ലോഡ് പോകുന്നത്. അപ്പോൾ അതിന് ഇച്ചിരി ബെൻഡുണ്ടായിരുന്നു ഒരു ടീത്തിന്. അപ്പോൾ ഞാൻ ആ സ്പ്രോക്കറ്റ് മാത്രം മാറി. എന്തായാലും എനിക്ക് ഈ സ്പ്രോക്കറ്റ് ഓൾറെഡി 25,000 കിലോമീറ്റേഴ്സ് ഓടിയതാണ്. ഞാൻ കുറച്ചുകൂടെ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് സ്പ്രോക്കറ്റ് മാത്രം മാറിയത്. അത് ബജാജിൽ അവൈലബിൾ അല്ല. ഇതുപോലെ തേർഡ് പാർട്ടി വെണ്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൈലബിൾ ആണ് ആ ഫ്രണ്ട് സ്പ്രോക്കറ്റ്. സോ അതൊരു കാരണം. പിന്നെ GB സ്പ്രോക്കറ്റ്, അതായത് ഈ GB സ്പ്രോക്കറ്റിൻ്റെ ബുഷും ഓയിൽ സീലും പിന്നെ ഇതിൻ്റെ ഓയിൽ സീൽ, അതായത് നമ്മുടെ ഗിയർ ലിവറിൻ്റെ ഓയിൽ സീൽ. സോ ഇതൊക്കെ മാറുവാണെങ്കിൽ ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ മാറി, വേറെ അപ്ഡേറ്റൊന്നുമില്ല. സോ വണ്ടി അങ്ങനെ സെറ്റ് ചെയ്തു. സോ അങ്ങനെയാണ് ഈ ഇഷ്യൂ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്തത്. ഇപ്പോൾ കംപ്ലീറ്റ്ലി സോർട്ട് ഔട്ടാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടൊരു 250-300 കിലോമീറ്റേഴ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ടും വിട്ടും സിറ്റിക്കകത്തൊക്കെ യൂസ് ചെയ്തു. ഇഷ്യൂസ് ഒന്നുമില്ല. എവരിതിങ് ഈസ് പ്രോപ്പർലി ഫൈൻ. സോ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, എന്തിനെക്കുറിച്ചിട്ടാണ് വീഡിയോ വേണ്ടത്. സോ എന്തൊക്കെയാണ് വീഡിയോ വേണ്ടതിനെ കുറിച്ചിട്ടാണ് വീഡിയോ വേണ്ടത്. സോ എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഹെൽപ്പ് യു ഔട്ട് ഓൺ ദാറ്റ്. സോ see you in another video. Until then, bye bye.